ഹലോ ഫ്രണ്ട്സ്, പ്രിൻസസ് കാസ്റ്റലിലേക്ക് സ്വാഗതം. ഓണമൊക്കെ ആയില്ലേ? അപ്പോൾ നമുക്ക് അടപ്രഥമൻ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അട എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണാം. സാധാരണ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് അട വാങ്ങിച്ചാൽ ഉണ്ടാക്കാറ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആരും ഈ ഇൻസ്റ്റൻറ്റ് വാങ്ങിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും കണ്ടു നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര, ഒരു 1/4 സ്പൂണോളം അല്ലെങ്കിൽ ഒരു നുള്ളോളം ഉപ്പ് പൊടി എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിടിക്ക് കുഴയ്ക്കുന്ന പോലെ ശരിക്കും ഒന്ന് കുഴയ്ക്കണം. ഇതിപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിൻ്റെ പദത്തിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ ഞാൻ പക്കവടയുടെ അച്ച എടുത്തിട്ടുള്ളത് ആ സേവനാഴിയിലിട്ട് നമ്മളൊന്ന് റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി 1 സ്പൂൺ നെയ്യ് ഒഴിക്കണം. എന്നിട്ട് ഈ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഇതിനകത്ത് ഇട്ടിട്ടാട്ടോ നമ്മുടെ അട സെറ്റാക്കുന്നത്. ഇതുപോലെ തിളച്ചിരിക്കണം. വെള്ളം തിളച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അട നമ്മളിടുന്ന മാവ് കലങ്ങിപ്പോവും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ചെറുതും വലുതായിട്ട് നമ്മളാക്കിയെടുക്കാം. ഇടുമ്പോൾ തന്നെ ഒരേ സൈസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും തനിയെ ഇങ്ങനെ പൊടിയും. ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ നല്ലോണം വെന്ത് വരണം. ഒരു 10 മിനിറ്റോളം നമ്മൾ ശരിക്കും ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ വെന്ത് വരാമെന്നുള്ളൂ. തിളച്ച് പൊങ്ങാതെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഏതായാലും വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് എടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. പച്ചവെള്ളത്തിൽ ഇട്ടാൽ മതി. അതുകൊണ്ടോ നമ്മുടെ അടയെല്ലാം വെന്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൊഴുപ്പൊന്ന് കളയുക. എന്നിട്ട് അടുത്ത് ഒരു വെള്ളത്തിനും കൂടി ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ ആ ഒട്ടലൊക്കെ മാറി അട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതുകൊണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നമ്മുടെ അട കണ്ടോ, ഇതുപോലെ നല്ലോണം കൈ കൊണ്ട് തന്നെ നമുക്ക് കിള്ളിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് നമ്മൾ ഒരു അരിപ്പയിൽ വാലാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതിന് ആവശ്യമുള്ള കൂടുതലുള്ള വെള്ളം മാറ്റിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അടപ്രഥമനോ പാലടയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് അട പെർഫെക്റ്റായിട്ട് പറ്റും. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇലയിലൊഴിച്ച് അത് പരത്തി വെള്ളത്തിലിട്ട് വേവിച്ച് പിന്നെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.